രാജാവിൻ്റെ ചെവി. പണ്ട് നടന്ന ഒരു കഥയാണ്. ഇപ്പോഴെങ്ങുമല്ല. ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് 4 ചെവിയും. ആരും കാണാതിരിക്കാൻ രാജാവ് എപ്പോഴും തലപ്പാവ് വയ്ക്കും. ഒരിക്കൽ നായാട്ടിനിടയിൽ തലപ്പാവഴിഞ്ഞു. മന്ത്രി 4 ചെവികളും കണ്ടു. ഉടൻ രാജാവ് പറഞ്ഞു, പുറത്ത് പറഞ്ഞാൽ നിന്റെ തല വെട്ടും. മന്ത്രിക്കാണെങ്കിൽ ആരോടെങ്കിലും പറയാഞ്ഞിട്ട് ഭയങ്കര വീർപ്പുമുട്ടൽ. ഒടുവിൽ ഒരു പൊട്ടക്കിണറിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, രാജാവിന് 4 ചെവിയുണ്ട്. കിണറ്റിൽ ഒരു മരം വളരുന്നുണ്ടായിരുന്നു. മരം വളർന്നപ്പോൾ ഒരു ആശാരി അത് മുറിച്ച് ഗിറ്റാർ, തബല, വീണ മുതലായ ഉപകരണങ്ങൾ ഉണ്ടാക്കി. അതിലേതെടുത്തു വായിച്ചാലും ആദ്യം കേൾക്കുക രാജാവിന് 4 ചെവിയുണ്ട് എന്നായിരുന്നു. ഈ ഉപകരണങ്ങൾ ഒരു ഭാഗവതർ വാങ്ങി രാജസദസ്സിൽ വായിച്ചു. ആദ്യമായി മുഴങ്ങിയത് രാജാവിന് 4 ചെവിയുണ്ട് എന്നായിരുന്നു. രാജസദസ്സിലെ എല്ലാവരും അത് കേട്ട് ചിരിച്ചു മറിഞ്ഞു. രാജാവിന് ദേഷ്യം വന്നു. ഉടൻ ഭാഗവതരെ പിടിച്ച് ജയിലിലടച്ചു. മന്ത്രിയുടെ തല വെട്ടുകയും ചെയ്തു. കുഞ്ഞി കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായല്ലോ അല്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കല്ലേ. പുതിയ കഥകൾ ആദ്യം കാണാൻ ബെൽ ബട്ടൺ കൂടി അമർത്തൂ.